അല്ല, ഇലക്ഷൻ കമ്മീഷൻ അല്ല, ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാ വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല, ഇപ്പേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. ആ MP-മാരുടെ വണ്ടി മാത്രം റാൻഡം ആയിട്ട് MP-മാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ, ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ. മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ, എല്ലാം കൂടെ വേണ്ട. വേഷം കെട്ട, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതൊക്കെ രീതിയിലുള്ള പരിശോധനകളാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലേക്ക് പോയാൽ ഉണ്ടാവുക എന്നത് കൃത്യമായിട്ട് ഒരുവിധം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP MLA ആയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവും എന്നത് സത്യം. കഴിഞ്ഞ ദിവസം പാലക്കാട് MP ആയിട്ടുള്ള ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവർ നിലമ്പൂരേക്ക് പോകുന്ന സമയത്ത് രാത്രിയിൽ അവരുടെ വാഹനം പരിശോധിച്ചു. ആര് പരിശോധിച്ചു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല എന്താണ്? അവർ ആ മണ്ഡലത്തിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള ഒരുവിധം എല്ലാ വാഹനങ്ങളും അവർ പരിശോധിക്കും. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ പരിശോധനകളെല്ലാം തന്നെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാനും അത് ഒരു വർഷക്കാലത്തേക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൽ സൂക്ഷിക്കേണ്ടതുമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് അവരെ ഒരുവിധം എല്ലാ വാഹനങ്ങളും തന്നെ അവർ പരിശോധിക്കും. കാരണം പിന്നീട് ഒരു ആക്ഷേപം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് ഒരു നേതാവിൻ്റെയും വാഹനങ്ങൾ അവർ പരിശോധിക്കാതെ കടത്തിവിടാറില്ല. ഇന്നലെ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഫിറോസും കൂടെ സഞ്ചരിച്ച വാഹനം പരിശോധിച്ചപ്പോൾ അവിടെ കിടന്ന് ഭയങ്കര ഷോ. നിങ്ങൾ CPM-ൻ്റെ പ്രതിനിധികളാണ്, CPM-ന് വേണ്ടിയിട്ട് അവരുടെ അച്ചാരം വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നതൊക്കെ. ഒരു MP-യും MLA ആയിട്ടുള്ള ആളുകൾക്ക് യോജിച്ച പ്രവൃത്തിയല്ല അവർ ചെയ്തത്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് മുമ്പും അവർക്ക് ശേഷവും അവരെക്കാൾ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ, അവരെക്കാൾ പദവികൾ വഹിക്കുന്ന മന്ത്രി അബ്ദുറഹ്മാൻ മന്ത്രി, MP ആയിട്ടുള്ള രാധാകൃഷ്ണൻ, പിന്നെ കോൺഗ്രസിൻ്റെ നേതാവ് ലിജു, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആൾക്കാരുടെ ആ വാഹനങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ അവർ പരിശോധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങളുടെ വാഹനം മാത്രം പരിശോധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കളമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ അവിടെ നടത്തിയത്. എന്തായാലും അവരുടെ അവിടുത്തെ ആ ഷോ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ എന്താണോ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അത് അവർക്ക് തന്നെ ബൂമറാങ് പോലെ തിരിച്ചടിച്ചു എന്നതാണ് വസ്തുത. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഷാഫിയും മനസ്സിലാക്കണം, രാഹുൽ മാങ്കൂട്ടത്തിലും മനസ്സിലാക്കണം. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. നിങ്ങളും സോഷ്യൽ മീഡിയയെ വളരെ നൈസായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ്. കുറച്ച് സമയത്തേക്ക് എങ്കിലും മാധ്യമങ്ങളിൽ കളം നിറഞ്ഞു നിൽക്കണം എന്ന ഒരു കാര്യം കൊണ്ടാണ് നിങ്ങളിത് ചെയ്തതെങ്കിൽ നിങ്ങളിത് ചെയ്തത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രവർത്തികളും മറ്റ് ആളുകൾ ഏത് രീതിയിലാണ് ഈ പരിശോധനകളോട് അവർ സഹകരിച്ചത് എന്നതുമായിട്ടുള്ള വിഷ്വൽസ് എല്ലാം എല്ലാ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. ഏറ്റവും ജൂനിയർ MLA എന്ന് VD സതീശൻ തന്നെ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാൻ വേണ്ടി പറയുകയാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏത് മണ്ഡലത്തിലേക്കാണോ നമ്മൾ പോകുന്നത് ആ മണ്ഡലത്തിൽ ഉറപ്പായിട്ടും പരിശോധനകളുണ്ടാവും. ആ പരിശോധനയുടെ ഭാഗമാകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളതിന് നിന്ന് കൊടുത്തേ മതിയാവൂ എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ സമയത്ത് കണാകുണ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നതാണ് വസ്തുത. നിങ്ങളിപ്പോൾ കാണിച്ചത് ഭയങ്കര പട്ടി ഷോ ആയിട്ട് മാത്രമാണ് കേരള സമൂഹം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അവരങ്ങനെ ആ രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നതും മനസ്സിലാക്കുക.